നമസ്കാരം. ഒരു സർക്കാർ മാറുമ്പോൾ കസേരകൾ മാത്രം മാറേണ്ടത് ഭരണത്തിന്റെ സംസ്കാരമാണ്. അധികാരത്തിന്റെ ഗർവിലെടുത്ത ഓരോ തീരുമാനവും നിയമത്തിന്റെയും നീതിയുടെയും വെളിച്ചത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സർക്കാർ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തല്ല, ജനങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥാപനമാണ്. ഇന്ന് കേരളത്തിലെ പൊതുഭരണ രംഗത്ത് വീണ്ടും ചർച്ചയാകുന്നത് പബ്ലിക് റിലേഷൻസ് വകുപ്പുമായി ബന്ധപ്പെട്ട ചില നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഭരണ നടപടികളുമാണ്. മുൻ ഭരണകാലത്ത് നടന്നതായി ആരോപിക്കപ്പെടുന്ന നടപടികൾ ഇപ്പോൾ പരിശോധനയുടെ പരിധിയിലേക്ക് എത്തുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: അധികാരത്തിന്റെ തണലിൽ ഭരണ സംവിധാനങ്ങൾ നിയമങ്ങളെ മറികടന്നു, അതോ ഇതെല്ലാം വെറും രാഷ്ട്രീയ ആരോപണങ്ങളോ? ഉത്തരങ്ങൾ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ വ്യക്തമാവൂ. എന്നാൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങൾ കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ച് ഗൗരവകരമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ മുൻ സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദ നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു. PRD സെക്രട്ടറി കൂടിയായ രത്തൻ യു ഖേൽക്കർ വകുപ്പ് ഡയറക്ടർ സബീൻ സമീദിനാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ സർക്കാർ മാറ്റി നിർത്തിയ അഡീഷണൽ ഡയറക്ടർ P ശ്യാംകുമാറിനെ വകുപ്പിലേക്ക് തിരികെ വിളിപ്പിച്ച് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അഡീഷണൽ ഡയറക്ടറാക്കി. വിവരാവകാശ അപേക്ഷകൾ പൂഴ്ത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ മീഡിയ റിലേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ CF ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ഡയറക്ടർ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനം, ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം, ഭരണവിഭാഗത്തിന്റെ ചട്ടവിരുദ്ധ നടപടികൾ തുടങ്ങിയവ ഒട്ടേറെ പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. ചിലതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് മുന്നിലാണ്. ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം തടഞ്ഞുവെച്ചെന്ന കേസിൽ സർക്കാർ അറിയാതെ ഒരു സെക്ഷൻ ഓഫീസർ ട്രൈബ്യൂണലിന് സത്യവാങ്മൂലം നൽകിയതായി ആരോപണമുണ്ട്. ഈയിടെ ഡയറക്ടർക്ക് വേണ്ടി ഇറക്കിയ ഇൻഫർമേഷൻ ഓഫീസർമാരുടെ സീനിയോറിറ്റി പട്ടികയും വിവാദത്തിലായി. യോഗ്യതാ പരീക്ഷകൾ ജയിക്കാത്തവരും വിരമിച്ചയാളും ഈ പട്ടികയിലുണ്ട് എന്നാണ് ആക്ഷേപം. ഇത്തരം സംഭവങ്ങളിലും സ്ഥാനക്കയറ്റം ക്രമവിരുദ്ധമായി തടഞ്ഞുവെച്ചതിനെതിരെയും ജീവനക്കാർ പരാതിപ്പെട്ടിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ PRD എംപ്ലോയീസ് അസോസിയേഷൻ എന്ന കാറ്റഗറി സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനും ജീവനക്കാർ ശ്രമം തുടങ്ങി. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ വിവാദം ഒരു വലിയ ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഉപകരണങ്ങളാകുമ്പോൾ നഷ്ടമാകുന്നത് ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസവും പൊതുജനങ്ങളുടെ വിശ്വാസവുമാണ്. അധികാരത്തിലിരിക്കുന്ന സർക്കാർ ഏത് പാർട്ടിയുടേതായാലും നിയമനങ്ങളിലും സ്ഥാനക്കയറ്റങ്ങളിലും സുതാര്യതയും തുല്യതയും ഉറപ്പാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. വർഷങ്ങളായി കേരളത്തിലെ ഭരണ സംവിധാനത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു വന്ന വിമർശനങ്ങളിൽ പ്രധാനമായിരുന്നു ചില നിർണായക തീരുമാനങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം അതിരുവിട്ടുവെന്ന ആരോപണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഓരോ തവണയും ഉയരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്നത് ഒരു സംശയമാണ്: യോഗ്യതയാണോ പരിഗണിക്കപ്പെടുന്നത്, അതോ രാഷ്ട്രീയ സ്വാധീനമോ? ആ സംശയം തന്നെ ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് തിരിച്ചടിയാണ്. അതേസമയം അന്വേഷണങ്ങൾ രാഷ്ട്രീയ പ്രതികാരത്തിനുള്ള ആയുധവുമാകരുത്. അത് അത്ര തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവുമാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സത്യാവസ്ഥ കണ്ടെത്തുകയാണ് അന്വേഷണത്തിന്റെ ലക്ഷ്യമാകേണ്ടത്. കുറ്റം തെളിയാത്തവരെ കുറ്റക്കാരായി മുദ്ര കുത്തുന്നതും ആരോപണങ്ങൾ ഉയർന്നാൽ അവയെ അവഗണിക്കുന്നതും ഒരുപോലെ ജനാധിപത്യത്തിന് ദോഷകരമാണ്. ഈ വിവാദം ഒരു വകുപ്പിന്റെ ആഭ്യന്തര വിഷയമായി മാത്രം അതുകൊണ്ട് തന്നെ കാണാനാവില്ല. കേരളത്തിന്റെ ഭരണ സംവിധാനം എത്രമാത്രം സുതാര്യമാണ്, അധികാരവും ഭരണവും തമ്മിലുള്ള അതിരുകൾ എത്രത്തോളം പാലിക്കപ്പെടുന്നു, പൊതുസേവന മേഖലകളിൽ നീതിയും സമത്വവും എങ്ങനെ ഉറപ്പാക്കപ്പെടുന്നു എന്നീ വലിയ ചോദ്യങ്ങളാണ് ഇത് ഉയർത്തുന്നത്. അന്വേഷണത്തിന്റെ അന്തിമ ഫലം എന്തു തന്നെയായാലും ഒരു സന്ദേശം വ്യക്തമാണ്: ജനാധിപത്യത്തിൽ അധികാരത്തെക്കാൾ വലിയതാകേണ്ടത് ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം പാലിക്കപ്പെടുമ്പോഴാണ് ജനങ്ങളുടെ വിശ്വാസം ഭരണത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്. ആ ഉത്തരവാദിത്വം എത്രത്തോളം പിണറായി സർക്കാർ പാലിച്ചു എന്നറിയുകയാണ് ഇനി കേരളത്തിന്റെ ലക്ഷ്യം.